ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇറ്റ്സ് മീ ഹാർഡ് ആൻഡ് ഗെയിമിംഗ്. സോ ഗൈസ്, നമ്മുടെ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ ഇന്ന്. യൂട്യൂബ് റവന്യൂ എങ്ങനെ കിട്ടും, ലൈക്ക് നമുക്ക് ഒരു 1K വ്യൂസ് ആയി കഴിഞ്ഞാൽ എത്ര റവന്യൂ കിട്ടും, അങ്ങനെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറേ പേർക്ക് അത് അറിയത്തില്ല ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമുക്ക് വ്യൂസിനനുസരിച്ചല്ല എമൗണ്ട് തരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വ്യൂസിനനുസരിച്ചല്ല ഇവർ എമൗണ്ട് തരുന്നത്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് ആയാൽ എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നത് 3000 വാച്ച് ഹവേഴ്സും 1K സബ്ബും ആണ് അവർ പറയണത്. സോ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ്റെ അത് എനബിൾ ആവും. എനബിൾ ആയതിനു ശേഷം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഒരു കുറച്ച് ഐ തിങ്ക് 1 or 2 days അതിനുള്ളിൽ അവർ അത് നിങ്ങളുടെ മോണിറ്റൈസേഷൻ അപ്രൂവൽ ആക്കും. ഓക്കെ, 1 to 2 days ആണെന്ന് തോന്നുന്നു കേസ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സോ അത് അവർ അപ്രൂവൽ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാ ഓരോ വീഡിയോനും ലൈക്ക് ഓരോ വീഡിയോന് ഇത്ര വ്യൂസ് മീൻസ് അങ്ങനെയല്ല വരണത്. അതായത് നിങ്ങളെ വീഡിയോസിൻ്റെ ഇടയിൽ അഡ്വർടൈസ്മെന്റ് വരുമല്ലോ, അഡ്വർടൈസ്മെന്റിനാണ് അവർ റവന്യൂ തരണത് നമുക്ക്. ഓക്കെ, അതായത് ഇന്ത്യയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു ഐ തിങ്ക് ചെറിയ പൈസ നമുക്ക് കിട്ടത്തുള്ളൂ ഒരു വ്യൂസ് ആയിട്ട്. ലൈക്ക് അതേപോലെ തന്നെ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ അഡ്വർടൈസ്മെന്റ്സ് ആണെങ്കിൽ, അതായത് അതർ കൺട്രീസിലെ അഡ്വർടൈസ്മെന്റ് നമ്മുടെ വീഡിയോസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്ന റവന്യൂവിനെക്കാട്ടും 3 ഇരട്ടിയോളം കൂടുതലാണ് ആ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് കിട്ടാൻ പോണത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു 100K വ്യൂസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ വീഡിയോൻ്റെ ഇടയ്ക്ക് എന്തായാലും അഡ്വർടൈസ്മെന്റ് വരും. നിങ്ങൾ മോണിറ്റൈസ്ഡ് ആയെങ്കിൽ, ചാനൽ മോണിറ്റൈസ്ഡ് ആയെങ്കിൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ്സ് വരും. അഡ്വർടൈസ്മെന്റ്സ് വരുവാണെങ്കിൽ ലൈക്ക് ഫസ്റ്റ് $100 അതിന് ശേഷമാണ് വിഡ്രോ ചെയ്യാൻ പറ്റുക തോന്നുന്നു. ലൈക്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുക തോന്നുന്നു. $100 എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇപ്പോഴത്തെ വാല്യൂ നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ വാല്യൂ ആണെങ്കിൽ 84 സംതിങ് ആണ് $1 വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 8400 ലൈക്ക് ആ ഒരു റേഞ്ചിലോട്ട് 8400 അടുത്തോളം നമുക്ക് കിട്ടും. ഐ തിങ്ക് 84,8400 അടുത്തോളം കിട്ടും. നിങ്ങൾക്ക് റവന്യൂ ആയിട്ട് 8500 കിട്ടും. ബട്ട് അതിനൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മോണിറ്റൈസ് ചെയ്യണം. മോണിറ്റൈസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ബിഗിനേഴ്സിനാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഒരു 1K സബ്ബും 3000 വാച്ചേഴ്സും ആണ് അവർ പറയണത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോണിറ്റൈസേഷൻ എനബിൾ ആക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എനബിൾ ആക്കിയതിന് ശേഷം നിങ്ങൾ ഒരിക്കലും നമുക്ക് യൂട്യൂബിൻ്റെ നല്ല പൈസ തരണം. സോ യൂട്യൂബിന് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഓരോ കമ്പനീസ് ലൈക്ക് ഇപ്പോൾ ഫോണിൻ്റെ ആയിക്കോട്ടെ, ആപ്പിൾ ഐഫോണിൻ്റെ കമ്പനിയുടെ ആയിക്കോട്ടെ, ഫോൺസിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഫോൺസിൻ്റെ ആയിക്കോട്ടെ, ലൈക്ക് ഇനി വേറെ വേറെ ആപ്ലിക്കേഷൻസിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ അവരുടെ നിന്നാണ് നമുക്ക് എമൗണ്ട് വരണത്. ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു വീഡിയോയിൽ ഒരു 10 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോ നിൽക്കുക, 10 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോന് നമുക്ക് ഇപ്പോൾ ഒരു 3 അഡ്വർടൈസ്മെന്റ്സ് വന്ന് നിൽക്കുക. ആ 3 അഡ്വർടൈസ്മെന്റ്സ് 3 വാച്ച് ചെയ്തു. അതിൽ തന്നെ അഡ്വർടൈസ്മെന്റ് 2 ടൈപ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫുള്ളായിട്ട് ഇപ്പം സ്കിപ്പ് ചെയ്യാൻ പറ്റാണ്ട് ഒരു ഫുൾ അഡ്വർടൈസ്മെന്റ് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് കാണാതെ ലൈക്ക് നമുക്ക് ആദ്യം സ്കിപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം, അങ്ങനത്തെ ടൈപ്സ് ആഡ്സും ഉണ്ട്. ഓക്കെ, 2 ടൈപ്സ് ആണുള്ളത് ആഡ്സ്. ഓക്കെ, അത് അങ്ങനത്തെ അഡ്വർടൈസ്മെന്റ്സും ഉണ്ട്. സോ ഇങ്ങനത്തെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നമ്മൾ വീഡിയോയിലോട്ട് വരികയാണെങ്കിൽ, അതായത് കാണുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഓക്കെ കാണുന്നവർക്ക് അത് അഡ്വർടൈസ്മെന്റ്സ് വരികയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിന്ന് ഒരു പെർ വ്യൂ ചെറിയൊരു എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർനാഷണൽ, അതായത് അതർ കൺട്രീസിലുള്ള, നമ്മളെ കൺട്രി അല്ല അതർ കൺട്രീസിലുള്ള അഡ്വർടൈസ്മെന്റ്സ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇൻ കേസ് അതിലും അതേപോലെ തന്നെ എമൗണ്ട് കൂടുതൽ കിട്ടും നമുക്ക്. ഓക്കെ, ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാളും കൂടുതലായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഒരു 3 ഇരട്ടിയൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടാൻ പോണത്. സോ അതേപോലെ തന്നെ എൻ്റെ മോണിറ്റൈസേഷൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ എനബിൾ ആയിട്ടുണ്ട്. സോ അഡ്വർടൈസ്മെന്റ്സ് വന്ന് തുടങ്ങണേ ഉള്ളൂ. ഓക്കെ, നിങ്ങളൊക്കെ സപ്പോർട്ടും എല്ലാം കൊണ്ട് എൻ്റെ ഇപ്പോൾ എനബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ട് ചെയ്യണ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ലൈക്ക് നിങ്ങൾ കൂടുതലും കണ്ടൻസ് ഇട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന കണ്ടൻസ് ഇടുക. കാരണം അത് നിങ്ങൾക്ക് കുറച്ചുകൂടി പോപ്പുലറായിട്ട് കയറാൻ ചാൻസ് ഉണ്ട് കേസ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് നിങ്ങൾക്ക് എമൗണ്ട് തരുന്ന ഒരു കാര്യമല്ല. ലൈക്ക് അതിങ്ങനെ ഒരു അച്ചീവ്മെന്റ്സ് പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, എല്ലാ എമൗണ്ട് നിങ്ങൾക്ക് റവന്യൂ വരണത് നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് വെച്ചിട്ടാണ്. ലൈക്ക് നിങ്ങളുടെ ആ ഒരു 100K വ്യൂസ് കാര്യം വീഡിയോയിൽ എത്ര അഡ്വർടൈസ്മെന്റ്സ് വന്നിട്ടുണ്ടോ, എത്ര വാച്ച് ചെയ്തിട്ടുണ്ടോ അഡ്വർടൈസ്മെന്റ്, അതാണ് നിങ്ങളുടെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യണത്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യണത്. അല്ലാതെ നിങ്ങൾ 1 മില്യൺ അടിച്ച വ്യൂസ്, 1 മില്യൺ വ്യൂസ് അടിച്ച വീഡിയോ, ആ 1 മില്യൺ ഒക്കെ അടിച്ചിട്ട് നിങ്ങൾ ലൈക്ക് മോണിറ്റൈസ്ഡ് ആകാത്തൊരു ചാനലിൽ നിന്ന് ഷോർട്സിന് ഇപ്പോൾ ഒരു 1 മില്യൺ അടിച്ചാൽ പോലും മോണിറ്റൈസ്ഡ് ആയതിനു ശേഷം മാത്രമേ അതിൻ്റെ റവന്യൂ വരത്തില്ല. ആ മോണിറ്റൈസേഷൻ ആയത് കഴിഞ്ഞിട്ട് ലൈക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ മോണിറ്റൈസേഷൻ ചെയ്തു നിൽക്കുക, നാളെ മുതൽ എൻ്റെ അപ്രൂവ് ആയതിനു ശേഷം നാളെ മുതൽ വരുന്ന വീഡിയോസിനായിരിക്കും നിങ്ങൾക്ക് റവന്യൂ വരണത്. അതാണ് വേറൊരു കാര്യം. ഓക്കെ,
റവന്യൂ വന്ന് തുടങ്ങണത്. അതായത് ആ ഒരു 100K അടിച്ച വീഡിയോ അല്ലെ 1 മില്യൺ അടിച്ച വീഡിയോ നിങ്ങൾ നാളെ ഒരു വീഡിയോ ഇട്ടു, അത് 1 മില്യൺ അടിക്കുന്നു. 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ മോണിറ്റൈസ്ഡ് ആണെങ്കിൽ ആ 1 മില്യൺ വ്യൂവേഴ്സിൻ്റെ ഇടയ്ക്ക് എത്ര അഡ്വർടൈസ്മെന്റ്സ് നിങ്ങൾക്ക് അവർ കണ്ടിട്ടുണ്ടോ ആ ഒരു അഡ്വർടൈസ്മെന്റിന്റെ റവന്യൂ ആയിരിക്കും നമുക്ക് വരാൻ പോണത്. അതിൽ തന്നെ ഓരോ അഡ്വർടൈസ്മെന്റ്സിനും ഒരേ കാറ്റഗറി പ്രൈസ് മണി അല്ല വരുന്നത്, ഡിഫറെൻ്റ് ആണ് കേസ്. ഓക്കെ, ഓരോന്നിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വരെയാണ് വരിക. ടെക് വീഡിയോസിനൊക്കെ ഐ തിങ്ക് ടെക് വീഡിയോസ് പിന്നെ മണി ഏണിംഗ് ലൈക്ക് അതേപോലത്തെ അഡ്വർടൈസ്മെന്റ്സ് വരികയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കൂടുതൽ റവന്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കേസ്. ഓക്കെ, അത് നിങ്ങളെ ഡിപ്പെൻസ് ആയിരിക്കും. ലൈക്ക് നിങ്ങളിപ്പോൾ ഇപ്പം എൻ്റെ വീഡിയോ തന്നെ കാണുമെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ്സ് വന്നു, അത് കണ്ടു, അടുത്ത ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോ നിൽക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 10 മിനിറ്റോളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ 10 മിനിറ്റ് ആണ്, ലൈക്ക് 10 മിനിറ്റ് വീഡിയോന് അതിൻ്റെ ഗ്യാപ്പിലൊരു 3 അഡ്വർടൈസ്മെന്റ് വന്ന് നിൽക്കുക. ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യമാണ് നമുക്കറിയാം, അവന്മാർ എങ്ങനെയെങ്കിലും പ്രീമിയം എടുപ്പിക്കാൻ വേണ്ടി കളിപ്പിക്കുകയാണ്. സോ അത്ര അഡ്വർടൈസ്മെന്റ്സ് ആണ് വാരി അറിയണത് അവന്മാർ. ഓക്കെ, അങ്ങനെ നോക്കുകയാണ്, അങ്ങനെ വാരി അറിയണത് കേസ്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു അഡ്വർടൈസ്മെന്റ് ലൈക്ക് എന്താ പറയുക, ഒരു അഡ്വർടൈസ്മെന്റ് എത്ര റവന്യൂ അങ്ങനെ മീൻസ് ഓരോ കാറ്റഗറി കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ്സ് പോലെ ഇരിക്കും. ആപ്ലിക്കേഷൻ്റെ ആണെങ്കിലും അവർ കൊടുക്കുന്ന റവന്യൂ പോലെ ഇരിക്കും നമുക്ക് കിട്ടണത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈക്സ് മീൻസ് ലൈക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, അതേപോലെ തന്നെ സബ് ചെയ്യാൻ പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ബട്ട് അത് നമുക്കൊരു അച്ചീവ്മെന്റ് ആണ്. ഇത്ര ഇപ്പം നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി നമുക്കിപ്പം ഒരു 1K ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് 1K ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിന് ഈ റവന്യൂവിനെ പറ്റി അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫോളോവേഴ്സ് പോലെയാണ്, ഓരോ അച്ചീവ്മെന്റ്. അതേപോലെ തന്നെ 100K അടിച്ച ഒരു പ്ലേ ബട്ടൺ, അതേപോലെ തന്നെ 1 മില്യൺ അടിച്ച വേറെ പ്ലേ ബട്ടൺ, ഓക്കെ, സിൽവർ പ്ലേ ബട്ടൺ, ഡയമണ്ട്, അങ്ങനെ ഓരോ റിവാർഡ്സ് ആണ് നമുക്ക്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വ്യൂസ് ഡിപ്പെൻഡ് അല്ല, ലൈക്ക് അഡ്വർടൈസ്മെന്റ് ഡിപ്പെൻസ് ആണ് നമുക്ക് റവന്യൂ വരണത്, ഒരിക്കലും വ്യൂസ് ഡിപ്പെൻസ് അല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ ചുമ്മാ കയറി ഒരു 100K വ്യൂസ് കാര്യം എനിക്ക് റവന്യൂ വന്നില്ല, ബിക്കോസ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഓഫ് ആയിരിക്കും, അതായത് എനേബിൾ ആയിട്ടുണ്ടാവില്ല. എനേബിൾ ആയതിനു ശേഷമാണ് അഡ്വർടൈസ്മെന്റ് വന്നു തുടങ്ങത്തുള്ളൂ. ഓക്കെ, അഡ്വർടൈസ്മെന്റ് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു റവന്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ, അഡ്വർടൈസ്മെന്റ്സ് നാളെ ആ റവന്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയി തോന്നുന്നു കേസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ എന്തായാലും അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതാണ് കേസ്. ഓക്കെ, വെയിറ്റ്, ലെറ്റ്സ് ഗോ, ഇറ്റ്സ് മീ ഹാർഡ് ഇൻ ഗെയിമിംഗ്. ഓക്കെ ഗൈസ്, ബൈ.